ഗുരു നിത്യാനന്ദ ജനിച്ചിട്ട് 100 വർഷം പൂർത്തീകരിച്ചു. ഈ 100 വർഷം കൊണ്ട് മലയാള നാടിനെ ലോകത്തിൻ്റെ ഉന്നതിയിൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടാണ് വകയാറെ പ്രശസ്തമായത്. അദ്ദേഹം ലളിതമായിട്ടൊരു ഒരു നിലവാരത്തിൽ നിന്ന് വളർന്ന് ലോകം മൊത്തം വളർന്ന് പന്തലിച്ച ഒരു മനുഷ്യനാണ്. അതിലുപരി അദ്ദേഹം വലിയൊരു സാഹിത്യകാരനാണ്. സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാത്രയെന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോയൽറ്റി വാങ്ങിച്ചിരുന്ന മനുഷ്യനാണ് ഗുരു നിത്യാനന്ദ. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം. അതായത് ആ പുസ്തകം ഇറങ്ങുന്ന കാലഘട്ടത്താണ് MTയുടെ 2ാം ഊഴം ഇറങ്ങുന്നത്. 2ാം ഊഴമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റതും പ്രശസ്തമായ ഒരു പുസ്തകം MTയുടെ 2ാം ഊഴമാണ്. അതിനെക്കാട്ടി കൂടുതൽ ഈ യാത്രയെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഭയങ്കരമായിട്ട് ലോകം മൊത്തം ശ്രദ്ധിച്ചൊരു മനുഷ്യനാണ്. അതിലുപരി ഒരു പുതിയ ശ്രീനാരായണ ഗുരുവിനെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച കൂട്ടത്തിൽ രണ്ടാമൻ അദ്ദേഹം. ഒന്നാമനെന്ന് പറയുന്നത് നടരാജഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു ഈ നിത്യചൈതന്യത്തിൻ്റെ ഗുരു നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരുവിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്തത്. അതായത് ആംഗ്ലേയ ഭാഷയെ കൂടി നടരാജഗുരു അദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അതിനുശേഷം നിത്യചൈതന്യതിയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ട് പോയത്. അങ്ങനെയാണ് അദ്ദേഹം ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, അവിടെ ഗുരുകുലത്തിൽ ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് വന്ന് റിസർച്ച് ചെയ്യാനും ഗുരു എന്താണെന്നും ഗുരുവിൻ്റെ ദർശനം എന്താണെന്നും അത് പഠിക്കാനും ഒക്കെ ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ സ്ഥാപിക്കുന്ന ആ സ്ഥാപനം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്ന് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനമായിട്ട് മാറും. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ഇന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസക്തി വളരെ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആന്തരിക വശത്തെപ്പറ്റി പഠിക്കാൻ ഈ സ്മാരകം ഉപകാരപ്പെടും, ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഇതിനെ സ്വാഗതം ചെയ്യല്ല, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിതിനെ സ്വാഗതം ചെയ്ത് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും കോന്നിക്കാർ ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസക്കാരനാണ്. കാരണം കോന്നിക്കാരൻ്റെ അഡ്രസ്സ് ഈ നിത്യചൈതന്യത ഇല്ലെങ്കിൽ കോന്നിക്കാർക്ക് അഡ്രസ്സ് ഉണ്ടാ, അത്ര പ്രഗത്ഭനല്ലേ ആ മനുഷ്യൻ. അദ്ദേഹത്തെ മറക്കുന്ന ആരാണ് മറക്കുന്നത്? എൻ്റെ അനിയ നിങ്ങളോട് ഞാൻ പറയുന്നു, എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഗുരുവിനെ സ്മരിക്കുന്നുവെങ്കിൽ യാത്ര പുസ്തകം എടുത്ത് വായിച്ചാൽ മതി. തീർച്ചയായിട്ടും നല്ലത് തന്നെ. അത് നല്ലത് തന്നെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഞാൻ ജീവിക്കുന്ന ഇപ്പം ഞാനിരിക്കുന്ന ഒരു ലൈബ്രറിക്കകത്താണ്. ഒരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു നാടിൻ്റെ സ്പന്ദനമാണത്. ആ നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണത്. ആ നാട്ടിലെ ജനങ്ങളെ സാംസ്കാരികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് ലൈബ്രറിയാണ്. അതേപോലെയാണ് അവിടെ വരാൻ പോകുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ലൈബ്രറിയെക്കാട്ടി വ്യത്യാസമുണ്ട്. അതിനൊരു ലൈബ്രറി ഉണ്ട്. അതിൽ വരുന്ന അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത് ഗുരുദേവ ദർശനത്തെ പറ്റിയുള്ള പഠന കേന്ദ്രം കൂടാണത്. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഗുരുദേവ ദർശനത്തെ പറ്റിയുള്ള പഠനം എന്ന് പറയുമ്പോൾ ലോകത്ത് അനിവാര്യമാണത്. കാര്യം ഈ കാലഘട്ടത്തിൽ അത് വളരെ അനിവാര്യമാണ്. മറ്റൊരു പഠന കേന്ദ്രം പോലെ അല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇത് കോന്നിയിൽ വരുന്നതിന് ഞങ്ങൾ വളരെ പൂർണ്ണമായിട്ട് അതിനെ സ്വാഗതം ചെയ്യുന്നു. അത് വളരണം, വലിയ സ്ഥാപനമായിട്ട് മാറണം. അതിൻ്റെ അകത്ത് ആളുകൾക്ക് വന്ന് താമസിക്കത്തക്ക നിലയിൽ എല്ലാ സൗകര്യത്തോടു കൂടി. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ 1 ഏക്കറോ മറ്റോ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും അല്ല, ശകലം കൂടെ വലിപ്പത്തിൽ അത് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതൊരു വലിയൊരു തീർച്ചയായിട്ടും MLAയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോന്നിക്കാർക്ക് അദ്ദേഹത്തെ കഴിഞ്ഞ 6 വർഷം കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലേറ്റെടുത്തിട്ടുണ്ട്. മറ്റൊരു ഈ കപടസ്നേഹം കാണിക്കുന്ന മനുഷ്യനല്ല അദ്ദേഹം. ജനേഷ് കുമാർ എന്ന് പറയുന്ന ആൾ ഒരു കപടസ്നേഹത്തിൻ്റെ ഉടമയല്ല. ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, മനുഷ്യൻ്റെ പൾസറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തെ നമുക്ക് കോന്നിക്കാർക്ക് മറക്കാൻ പറ്റും. മറ്റൊരാളിൻ്റെ കൂട്ടല്ല. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു. അതിന് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനെ പൂർണ്ണമായിട്ട്
സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ. എൻ്റെ പേര് പി ജി ആനന്ദൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി. ഗുരു നിത്യേന്ദ്രയുടെ പേരിലുള്ള ഈ സ്ഥാപനം വരുന്നതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. വിശ്വപൗരനായ ഗുരു നിത്യേന്ദ്രയുടെ ഈ സ്മാരകം ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ച ഞങ്ങളുടെ MLA ജിനീഷ് കുമാർ, അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഇവരോടൊക്കെയുള്ള നന്ദി ഞങ്ങൾ അഗൈതവുമായി രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഗുരുവിൻ്റെ പേരിലുള്ള ഈ സാംസ്കാരിക സ്ഥാപനം ഈ നാടിന് വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്നതും സാംസ്കാരികമായ ജനങ്ങൾക്ക് വളരെയേറെ കൊണ്ട് ഉൾക്കൊള്ളാവുന്നതാണ്. അതിന് എല്ലാവിധമായ ഭാവങ്ങളും നന്മകളും നേരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രയത്നിക്കുക, അല്ലെങ്കിൽ ഇതിനെ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച MLAക്കും അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രിക്കും എല്ലാം വളരെ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നവരോടൊപ്പം. ഈ ലൈബ്രറിയിലെ ഒരു അംഗം നേരത്തെ ഉണ്ടായിരുന്നു, അംഗമായിരുന്നു. ഈ ലൈബ്രറിയിലെ വകയാർ പബ്ലിക് ലൈബ്രറിയിലെ അംഗം കൂടിയായിരുന്നു നിത്യേന്ദ്രനിധി. നിത്യേന്ദ്രനിധിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ ബന്ധുവാണ് അദ്ദേഹം, അടുത്ത ബന്ധുക്കളാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഒരുപാട് വൈകാര്യത അതിൽ വരുന്നുണ്ട്. കാരണം അതിലെല്ലാം സന്യാസി ശ്രേഷ്ഠന്മാരാണ്. വാമാക്ഷിയമ്മയുടെയും രാഘവപ്പണിക്കരുടെയും മകനായിട്ട് നിത്യേന്ദ്രനിധി പൂജാതനാകുന്നു. അതുപോലെ ഞങ്ങളുടെ അച്ഛന്മാർ സന്യാസി ശ്രേഷ്ഠന്മാരാണ്, 4 സഹോദരന്മാർ. അപ്പോൾ ഈ സന്യാസി കുടുംബം എന്ന് തന്നെ നമുക്ക് അതിനെ കാണാവുന്നതാണ്. അതിനെക്കുറിച്ച് KRK പ്രദീപ് മാതൃഭൂമി ഒരു ലേഖനം കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടും വകയാറിൻ്റെ വീരപുത്രനാണ് യതി എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അയൽവാസികളും ഉറ്റ ബന്ധുക്കളും എല്ലാമാണ്. പക്ഷേ ഇപ്പോഴേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സാംസ്കാരിക നിലയം വരുന്നത് ഈ നാടിനും സംസ്കാരത്തിനും സമൂഹത്തിനും വളരെ നല്ലത് തന്നെയാണ്. അതിനെല്ലാവിധമായ ആശംസകളും നേരുന്നു.